അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുമെന്നടക്കം ഗുരുതര പരാമർശങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചാറ്റിലൂടെ പുറത്തുവന്നത്. താൻ എല്ലാത്തിൻ്റെയും എക്സ്ട്രീം കഴിഞ്ഞ് നിൽക്കുകയാണ്. നീ എന്ത് ചെയ്താലും അതിൻ്റെ ബാക്കി ഞാൻ ചെയ്യും. നീ ചെയ്യുന്നത് ഞാൻ താങ്ങും, എന്നാൽ തിരിച്ചു താങ്ങില്ലെന്നും അടുത്തിടെയുള്ള ടെലിഗ്രാം ചാറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളിക്കുന്നുണ്ട്. നാട്ടിൽ വന്നാൽ കുറേ ആളുകളുമായി യുവതിയുടെ വീട്ടിൽ വരുമെന്നും ഭീഷണി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുമ്പോൾ ഈ ചാറ്റുകൾ അടക്കമുള്ള ശാസ്ത്രീയ തെളിവുകൾ നിർണായകമാകും. നേരത്തെ 2 കേസുകളിൽ തെളിവുകൾ കോടതിക്ക് മുന്നിൽ എത്തിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിരുന്നു. അതുകൊണ്ടുകൂടിയാണ് രാഹുൽ ഊരിപ്പോന്നത്. അതുകൊണ്ട് പരമാവധി തെളിവുകൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം. രാഹുലിന് ജാമ്യം ലഭിച്ചാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസിന്റെ ആവശ്യം. കസ്റ്റഡി അപേക്ഷ സാധാരണഗതിയിൽ കോടതി അനുവദിക്കും. അങ്ങനെയെങ്കിൽ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ ഈ ആഴ്ച അവസാനമായേക്കും. അതുവരെ ജയിലിലും പോലീസിന്റെ കസ്റ്റഡിയിലുമായി രാഹുൽ കഴിയേണ്ടി വരും. എന്നാൽ ദുരുദ്ദേശപരമായ പരാതിയാണിതെന്നാണ് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. ഇരുവരും തമ്മിൽ സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് ഉണ്ടായതെന്നും ബലാത്സംഗം വകുപ്പ് നിലനിൽക്കില്ലെന്നുമാണ് ജാമ്യ ഹർജിയിലുള്ള പ്രതിഭാഗത്തിന്റെ വാദം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.